കുവൈറ്റ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് പുതുക്കിയ നടപടിക്രമങ്ങൾ പുറത്തിറക്കി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ പണം, സ്വർണം, മറ്റുയർന്ന മൂല്യമുള്ള വസ്തുക്കൾ എന്നിവ കൈവശം വെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പുതിയ നടപടിക്രമങ്ങൾ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനു വേണ്ടിയാണ് ഈ നടപടിക്രമം. പണം, സ്വർണം, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ കൊണ്ടുപോകുന്നതിന് വ്യക്തമായ നിബന്ധനകളാണ് ഇതിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ 3000 ദിനാറോ തത്തുല്യമായ വിദേശ കറൻസികളോ പണമായി കൊണ്ടുപോകുന്ന യാത്രക്കാർക്ക് കസ്റ്റംസ് ഡിക്ലറേഷൻ നിർബന്ധമാണെന്ന് കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. സ്വർണം, വിലയേറിയ വാച്ചുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങിയവയും കസ്റ്റംസിൽ അറിയിക്കേണ്ടതുണ്ട്. ഹാൻഡ് ലഗേജിലുള്ള വില കൂടിയ ഇനങ്ങൾക്ക് ഇൻവോയ്സും ഉടമസ്ഥാവകാശ രേഖകളും സൂക്ഷിക്കണം. കസ്റ്റംസിനെ അറിയിക്കാതെ ഇവ കൊണ്ടുപോകുന്നത് നിയമലംഘനമായി കണക്കാക്കും. ഇത്തരം വസ്തുക്കൾ പിടികൂടാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. യാത്രക്കാർ രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോഴും പുറപ്പെടുമ്പോഴും കസ്റ്റംസ് ഫോറം പൂരിപ്പിക്കണമെന്നും സുരക്ഷയും ആഗോള മാനദണ്ഡങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള നടപടിയാണിതെന്നും കസ്റ്റംസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് കസ്റ്റംസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാനോ വിമാനത്താവളം അധികാരികളുമായി ബന്ധപ്പെടാനോ നിർദ്ദേശം നൽകി. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്?